കാരണം അത് നെഞ്ചായിരുന്നു സ്ഥലം, ഇപ്പോൾ നെഞ്ച് തന്നെയാണ്. അത് മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ പോകുന്നതിന് മുമ്പേ, ഞാൻ ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പേ ആ നെഞ്ചിൽ നിന്ന് മാറ്റി ഞങ്ങൾ എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പയ്യോളി നഗരസഭ കിഴൂർ EK നായനാർ സ്റ്റേഡിയത്തോട് അവഗണന കാണിക്കുന്നില്ലെന്ന് ചെയർമാൻ VK അബ്ദുറഹിമാൻ. സ്ഥലപരിമിതി മൂലമാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഗ്രൗണ്ടിൽ ഇറക്കേണ്ടി വന്നത്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത് ഓരം ചേർന്ന് നീക്കിവെക്കാൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. സ്റ്റേഡിയം നിലനിൽക്കുന്ന 1.5 ഏക്കറോളം വരുന്ന സ്ഥലം നിലവിൽ നഞ്ചയാണെന്നും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഇത് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനിടയിൽ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി നിലവിലെ ഭരണസമിതി 15 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും പണി ഉടൻ ആരംഭിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. നേരത്തെ പയ്യോളി വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചെയർമാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അവിടെ ഇറക്കിയ പൈപ്പുകൾ അമൃത കുടിവെള്ള പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് 50%, കേരള ഗവൺമെൻറ് 30%, 20% പയ്യോളി മുനിസിപ്പാലിറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് അമൃത കുടിവെള്ള പദ്ധതി. അതിൻ്റെ പൈപ്പുകളാണ് അവിടെ കൊണ്ടുവച്ചിറക്കിയത്. ആ പൈപ്പിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം, വലിയ പൈപ്പുകളാണ്. അത് റോഡ് സൈഡിൽ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയില്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. വാഹനങ്ങൾക്കും ശരിയായ ഗതാഗത യോഗ്യത ഉണ്ടാവില്ല. ആ ഗതാഗതത്തിന് അസൗകര്യപ്രദമായ രീതിയിലായിരിക്കും അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാകുക. ഇതൊക്കെ ഡബ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളാണ്. ആ ജനവാസ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പൈപ്പുകളൊക്കെ ഇറക്കി വെച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറയണം. നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയുമല്ലോ. നമ്മൾ കാണുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും കോറി വേസ്റ്റ് അടിച്ചിട്ടും മെറ്റൽ അടിച്ചിട്ടൊക്കെ റോഡുമ്മേലേക്ക് ഉന്തി നിൽക്കുകയും അവിടെ 2 വാഹനങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു വാഹനം കുറച്ച് ദൂരത്ത് നിർത്തിയിടുകയും ഒരു വാഹനം പോയി കഴിഞ്ഞ ശേഷം മാത്രമാണ് മറ്റേ വാഹനം പോകുന്നത് സൗകര്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനത്തെ അവസ്ഥ നമ്മളൊക്കെ കാണുന്ന. അപ്പം അത് കൂടാതെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പയ്യോളി മുനിസിപ്പാലിറ്റി 25-26 വർഷ കാലത്തെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷം രൂപ നമ്മൾ അവിടത്തേക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇതിൽ കൂടി ഞാൻ പറയുന്നില്ല, ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ. അപ്പോൾ കളിസ്ഥലം തന്നെയാണ്, കളിക്കാൻ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് ചളിയും മണ്ണും നിറഞ്ഞ്, ചളിയും വെള്ളവും നിറഞ്ഞ് ഒരു സ്റ്റേഡിയമായിട്ട് അതുള്ള ഇപ്പം വെയിലർച്ച കൊണ്ട് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് നമ്മൾ ഈ പൈപ്പ് കൊണ്ട് ചേർക്കുന്നത്. ആ പൈപ്പ് ഇറക്കിയതിലുള്ള അപകടം എന്താ വെച്ചാൽ പിറകോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇവരെ ഈ ആരോപണം ഉണ്ടാവില്ലായിരുന്നു എന്ന് ഞാൻ അവിടെ പോയി സന്ദർശനം നടത്തിയതിനു ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ വർക്ക് എടുത്ത ആൾക്കാരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ദിനം എന്താക്കും, ഒരു പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ അങ്ങോട്ടേക്ക് മാറ്റും. പക്ഷെ അത് മാറ്റുന്നതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇപ്പം കളിക്കാൻ കഴിയില്ല. കാരണം 15 ലക്ഷം റുപ്യ അതിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ 4 ഭാഗവും കെട്ടി ഗ്രിൽസ് വെച്ച് ഗേറ്റ് വെച്ച് ചെയ്യേണ്ട പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡ്രൈനേജ് ഉണ്ടാക്കും. അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് അടക്കം ആ സിസ്റ്റത്തോടു കൂടിയാണ് നമ്മൾ 15 ലക്ഷം റുപ്യ പദ്ധതി തയ്യാറാക്കിയത്. അതിൻ്റെ എസ്റ്റിമേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് തന്നെ അപ്പണി തുടങ്ങണം. അപ്പം ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന മുനിസിപ്പാലിറ്റി ഭരണസമിതി അവിടെ ഇനി ചെയ്യാൻ വേണ്ടി പോകേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. പക്ഷേ അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് നമുക്കത് ആ പദ്ധതിയിലേക്ക് പോകാത്തത്. ഇനി അവിടെ മണ്ണടിച്ച് ഫില്ലാക്കണം. ആ മണ്ണടിച്ച് ഫില്ലാക്കിക്കൊണ്ട് കളിക്കാനുള്ള സൗകര്യവും ഒക്കെ അവിടെ തയ്യാറാക്കണം. കാരണം നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ള ഒരു കളിസ്ഥലം അത് മാത്രമേ ഉള്ളൂ. വിശാലമായി കിടക്കുന്നൊരു സൗകര്യപ്രദമായ ഒരു കളിസ്ഥലം നമുക്കത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ പോയി പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയപ്പോൾ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പോയപ്പോൾ വെള്ളവും ചളിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഇറക്കിയിട്ടുള്ള അപാകത എന്താ വെച്ചാൽ അത് കുറച്ചും കൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരോപണം ഉണ്ടാകില്ലായിരുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പ്രാവശ്യം നമ്മൾ 24-25 നമ്മൾ പറഞ്ഞത് ചുറ്റുമതിൽ കിട്ടാനുള്ള പദ്ധതിയൊക്കെ വെച്ചത്. അത് ചെയ്യും. അത് അവിടെ പോയപ്പോൾ
രണ്ടുപേരെ ആ പ്രദേശവാസികളുണ്ടായിരുന്നു അവിടെ. അവർ രണ്ടുപേരെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പടിഞ്ഞാറൻ ഭാഗത്ത് 2 അട്ടിയിൽ നിരത്തി വെച്ച പൈപ്പുകൾ, അതൊന്നും അവിടെ നിർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച എന്തായാലും അതിൻ്റെ കോൺട്രാക്ടറിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പോയിട്ട് അത് കാണിച്ചു കൊടുക്കും. അവിടെ നിന്ന് അത് മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തും. അപ്പോൾ അവർക്കും പരാതി ഉണ്ടാവില്ല. പിന്നെ ഇപ്പം അവിടെ കളിക്കാൻ കഴിയില്ല, കാരണം ആ ചളി ഉണ്ടാവില്ല. ഞാൻ നോക്കി അങ്ങോട്ട് പുല്ലാണ് ഇപ്പം ഉള്ളത്. ആ പുല്ലിൻ്റെ അടിയിലൊക്കെ ചളിയാണുള്ളത്. ഞാൻ ചെരുപ്പ് ചവിട്ടാതെ ഒന്ന് നടന്നു നോക്കുന്നല്ലോ, കാല് മേലൊക്കെ വെള്ളം വരുന്നുണ്ട്. ആ കലാകായിക മേളയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. അത്രയും വിശാലമായ സ്ഥലം നമുക്ക് വേറെ ഇല്ല. അപ്പോൾ അതിന് തന്നെ ആയാലും അതിൻ്റെ ഒരു പുനർനവീകരണം നടത്തിക്കൊണ്ട് നമുക്ക് എന്താക്കണോ അതൊന്നെ ഒന്ന് നന്നാക്കിക്കൊണ്ടുവരണം. ഇതുപോലുള്ള കലാപരിപാടികളൊക്കെ നടത്താനുള്ള സംവിധാനം, സ്പോർട്സുകൾ നടത്താനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. അതിന് വിശാലമായ സ്ഥലമല്ല, 1.5 ഏക്കർ സ്ഥലങ്ങളുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് 2 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ 1.60 അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന് നമുക്ക് നെഞ്ചയിലേക്ക് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്താവും, നമുക്ക് അവിടെ എന്തും ചെയ്യാം, എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയും. ഇപ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നെഞ്ച ആയ സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഡാറ്റാ ബാങ്കിൽ നിന്നും മാറ്റി നെഞ്ചയിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താം. നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റേഡിയം, ഇതൊക്കെ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷെ ആദ്യം അതിന് സേഫ്റ്റി, അത് മസ്റ്റാണ്. ഇപ്പം കോട്ടക്കൽ ബോട്ട് കിട്ടി, ഇപ്പം അവിടെ 20 ലക്ഷം രൂപ വെച്ചുകൊണ്ട് നമ്മളെന്താക്കി അവിടെ ഈ ചുറ്റുമതിൽ കെട്ടി അവിടെ അതിനെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാട് എടുത്തിരിക്കുക. അതിൻ്റെ വർക്ക് തുടങ്ങി. ഊരാളുകൾ സൊസൈറ്റിയാണ് അതിൻ്റെ വർക്ക് എടുത്തത്. അവിടെ അത് ഇതുപോലെ തന്നെ ചെറിയ അസ്വരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹാപ്പിനെസ് പാർക്ക് കൊണ്ടുവരണമെന്നാണ് ആദ്യ ആൾക്കാരുടെ ആഗ്രഹം ഉണ്ടായത്. പക്ഷേ ഹാപ്പിനെസ് പാർക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് കൊണ്ടുവരണമെങ്കിലും അതവിടെ ഉണ്ടാകണ്ടേ. നമ്മളിപ്പം പദ്ധതി വെച്ച് അവിടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ പണി പൂർത്തീകരിച്ച സാധനങ്ങൾ അവിടെ ഉണ്ടാകണ്ടേ, അത് നിലനിൽക്കണ്ടേ. അതിനൊരു സേഫ്റ്റി ഇല്ലാതെ നമ്മൾ എന്ത് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട കാര്യം. അതുകൊണ്ടാണ് ഈ 2 എണ്ണത്തിൽ നമ്മൾ എന്താക്കുന്നത്, നമ്മുടെ കളിസ്ഥലത്തിനും ഈ ബോട്ട് ജെട്ടീൻ്റെ ആ സ്ഥലത്തിനും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം. ഇപ്പോൾ 15 ലക്ഷവും 20 ലക്ഷവും വെച്ചുകൊണ്ട് അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഏറ്റെടുത്ത് പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് സുരക്ഷിതമായി പിന്നീട് നമുക്ക് എന്ത് പ്രവർത്തനം നടത്താം. ഈ ഡാറ്റാ ബാങ്കിലുള്ളത് നമുക്കെല്ലാം മാറ്റിയിട്ട് ചെയ്യാൻ കഴിയും. ഇതുവരെ ഒരു പദ്ധതി തരത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പൈസ അനുവദിക്കാനോ ആ രീതിയിലൊന്നും ആ മൈതാനത്ത് കണ്ടിരുന്നില്ല, അല്ലേ? ഈ 5 വർഷ കാലാവധിയിൽ നമ്മൾ ഒരു ആ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോളൂ. അവിടെ പലതും നടന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. കാരണം അവിടെ സ്റ്റേജ് കണ്ടിട്ടില്ലേ, അതൊക്കെ പദ്ധതി വെക്കാതെ നടത്താൻ കഴിയില്ല. ഞങ്ങളുടെ കാലാവധി അല്ല, അതിൻ്റെ മുമ്പേയുള്ള കാലാവധി. ഞങ്ങളുടെ കാലാവധിയിൽ ഇതാണ് വെച്ചത്. കാരണം അത് നെഞ്ചായിരുന്നു സ്ഥലം, ഇപ്പോൾ നെഞ്ച് തന്നെയാണ്. അത് മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ പോകുന്നതിന് മുമ്പേ, ഞാൻ ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പേ ആ നെഞ്ചിൽ നിന്ന് മാറ്റി ഞങ്ങൾ എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നടത്തും.